ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കിത്തു ചേച്ചി എന്താ വലിയൊരു ബ്ലാക്ക് ഷിമീസ് ഇട്ട് നിൽക്കാന്ന്. അല്ല കേട്ടോ, ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു ബോഡിക്കോൺ ഡ്രസ്സാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിങ്കിൽ നല്ല സുഖമായിട്ട് ഈ ചൂടുകാലത്ത് ഇട്ടാണ് കാര്യം. ഇതിൻ്റെ കൂടെ ഒരു ഷൂസും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും. ഇപ്പം നമ്മൾ ഈ ഒരുങ്ങി കെട്ടി പോകുന്നത് വേറെ ഒരുത്തിക്കല്ല, നമ്മുടെ കുട്ടന്മാരെ മുടി വെട്ടാനാട്ടോ. അപ്പോൾ കട്ടൻ ഗ്ലാസ്സിലാണ് വന്നിട്ടുള്ളത്. ആദ്യം നമ്മുടെ കാശുക്കുട്ടനെ ഇരുത്തിയിട്ടുണ്ട്. അവനാകുമ്പോൾ നല്ല കൂളായിട്ട് ഇരുന്ന് കൊടുക്കും. യാതൊരുവിധ കരച്ചിലോ സംഭവങ്ങളോ ഒന്നുമില്ല. പക്ഷെ അല്ലും അതിനും അങ്ങനെയല്ല കേട്ടോ. അവർക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും പേടിയും ഒക്കെ വരും കേട്ടോ. ഇവരെ മുടി വെട്ടാൻ പോകുമ്പോൾ നിഖിൽ ചേട്ടൻ എപ്പോഴും പറഞ്ഞ ഡയലോഗാണ്, മുടി വെട്ടിനേക്കാളും പൈസയാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടുള്ള സാധനങ്ങൾക്ക്. ഇവർ കരയുമ്പോൾ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് കയ്യിൽ വെക്കട്ടോ. മിഠായി ആയിട്ടും ജ്യൂസും കറിയൊക്കെ ആയിട്ട്. അങ്ങനെ കാശിക്കുട്ടനെ നല്ല ഭംഗിയിൽ സ്റ്റൈലിൽ മുടി വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മുടെ അയനുക്കുട്ടനാണ് ഇരുത്തിയത്. ചെറിയൊരു പേടി ആദ്യം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അവനും വെരി ഗുഡ് ബോയ് ആയിട്ട് ഇരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ പേടിയൊന്നും ഇല്ലാണ്ട് യാതൊരുവിധ കുറുമ്പില്ലാണ്ട് തെറ്റിക്കാണ്ടൊക്കെ ഫോണും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ അവൻ ഇരുന്ന് കൊടുത്തു. ഇതിനിടെ കൂടെ വേറൊരു കുട്ടൻ നല്ല മുടി വെട്ടി സ്റ്റൈലായിട്ടുണ്ട്. നമ്മുടെ ഐനൂസിൻ്റെ മുടി വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അവനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ വെട്ടിയിൽ വെച്ച് നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. ലാസ്റ്റാണ് നമ്മുടെ അല്ലുച്ചേട്ടൻ എത്തിയത്. അല്ലുച്ചേട്ടൻ ഒരു പൊട്ടിക്ക് സമ്മതിച്ചില്ല. ഭയങ്കര പേടിയായിരുന്നു, കരച്ചിലൊക്കെ ആയിരുന്നു. എങ്ങനെയൊക്കെയോ മുടി വെട്ടി. അവന് ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഒന്നും പറയണ്ട. എങ്ങനെയൊക്കെയോ മുടി വെട്ടിയിട്ടാ ലാസ്റ്റ് അവൻ കരഞ്ഞ് ഉറങ്ങിപ്പോയി.